ശബരി റെയിൽപാത പദ്ധതിയോട് മുഖം തിരിച്ച് കേരളം. പമ്പ വരെ നീളുന്ന ഇരട്ടപ്പാതയും റിസർവ് ബാങ്കുമായി ചേർന്നുള്ള ത്രികക്ഷി കരാറിനെയും എതിർത്ത് സംസ്ഥാന സർക്കാർ. കേന്ദ്ര നിർദ്ദേശത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. കേരളത്തിന്റെ ഭാവി വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവേണ്ട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇല്ലാതാകുന്നത്. ശബരിപാത പദ്ധതിക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുന്നോട്ട് വെച്ച 2 നിർദ്ദേശങ്ങളോടാണ് സംസ്ഥാന സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇതോടെ പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലായി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇരട്ടപ്പാത വേണമെന്ന ആവശ്യവും റിസർവ് ബാങ്കുമായി ചേർന്ന് ത്രികക്ഷി കരാർ ഉണ്ടാക്കണമെന്ന വ്യവസ്ഥയുമാണ് കേരളം വേണ്ടെന്ന് വെച്ചത്. കേന്ദ്രം മുന്നോട്ട് വെച്ച ത്രികക്ഷി കരാറിൽ ഒപ്പുവെക്കേണ്ട എന്ന് തന്നെയാണ് കേരളത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 3810 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ 50% കേന്ദ്ര സർക്കാർ വഹിക്കും. ബാക്കി തുക കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പദ്ധതിക്ക് തുറങ്കം വയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം. 1997-98 കാലയളവിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. തുടർന്ന് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകളുടെ സമീപനം മൂലം പദ്ധതി അനന്തമായി നീണ്ടുപോയി. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പദ്ധതിക്ക് ജീവൻ വെച്ചു. എന്നാൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളം സ്വീകരിക്കുന്ന സമീപനത്തിലൂടെ പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാവുകയാണ്. ജനം, തിരുവനന്തപുരം.